ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അല്ലൂസ് മൈനീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനി പുതിയൊരു വീഡിയോ ആണ്. നമ്മളിന്ന് വൈറ്റമിൻ സി സെറമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാരങ്ങ, പിന്നെ ഇത് ഓറഞ്ചാണ്, ഓറഞ്ചിൻ്റെ പീലാണ്, തൊലി. ഓക്കെ, പിന്നെ ഇത് നോർമൽ വാട്ടർ, നല്ല ശുദ്ധമായ വെള്ളം. ഓക്കെ, വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് എത്രത്തോളം വേണമെങ്കിലും അത്രത്തോളം വെള്ളം നമുക്ക് ഒഴിക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട്, മീൻസ് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതാണ്ട് ഈ ഓറഞ്ച് പീല് കണ്ടോ, ഇത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓറഞ്ച് ഇതിനകത്ത് അല്ലികൾ നമ്മൾ എടുത്ത് കഴിച്ചതിന് ശേഷം ഇതിൻ്റെ തൊലി നമ്മൾ എടുത്ത് കളയാതെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തേക്കിടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് നാരങ്ങ. ഇത് നാരങ്ങയുടെ നാരങ്ങ നമ്മൾ എടുത്തതിൻ്റെ അതിൻ്റെ തോട് ഭാഗമാണ് കണ്ടോ, അതൊരു 3 ഇതായിട്ട് അതും ഇട്ട്. ഓക്കെ, അപ്പിയർ ചെയ്യുന്നത് നല്ലൊരു റീഫ്രഷ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ സി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സെല്ലിനെ ഡാമേജ് ചെയ്യാതിരിക്കാൻ അതിനൊരു പ്രൊട്ടക്ഷനായിട്ടുള്ള ഒരു കവറിങ് ആയിട്ട് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മളിപ്പോൾ നാരങ്ങയുടെ അതിൻ്റെ പീല് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതും ഒരു വൈറ്റമിൻ സി ആണ്. നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡാർക്ക് സ്പോട്ടിനെയും അതുപോലെ തന്നെ സ്കിൻ ഏജിങ്ങിനെയും എല്ലാം റെഡ്യൂസ് ചെയ്ത് നല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി നല്ല സൂപ്പറായി നമ്മുടെ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഹോം റെമഡീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഈ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഓറഞ്ചിൻ്റെ പീലും നാരങ്ങയുടെ പീലും ഇനി മുതൽ നിങ്ങൾ ആരും എടുത്ത് കളയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനി റെഡി ആവുന്നിട്ട് ഞാൻ ഒരു ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചു മാറ്റി വെക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, പിന്നെ ഇതിപ്പോൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു ഓറഞ്ചിൻ്റെ കളർ പോലെ നിങ്ങൾക്ക് ഒരു യെല്ലോയിഷ് കളർ പോലെ തോന്നുന്നു. ആ കളറിട്ടേനും ഇറക്കി നമ്മൾ അരിച്ചെടുക്കാം. ഓക്കെ.